ഹലോ നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നതാണ്. അതിനുള്ള കാരണങ്ങൾ, അതിനുള്ള സഖ്യ രാഷ്ട്രങ്ങൾ ഇതെല്ലാമാണ്. അതുപോലെ എവിടെ വെച്ചാണ് നടക്കാനുള്ള സാധ്യത, എപ്പോൾ നടക്കും എന്നീ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നതാണ് പലരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. ആഗോളതലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ, സാങ്കേതിക വിദ്യയിലെ പുരോഗതി എന്നിവയൊക്കെയാണ് ഈ ഭീതിക്ക് അടിസ്ഥാനം. മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണങ്ങളാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ, ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ. അതിൽ ആദ്യമായി വരുന്നത് ഇറാൻ, ഇസ്രായേൽ, ഫലസ്തീൻ പ്രശ്നം തന്നെയാണ്. മധ്യപൗരത്വ ദേശത്ത് നടക്കുന്ന കലാപങ്ങളും ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വലിയൊരു സംഘർഷങ്ങളിലേക്ക് നയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഗാസ യുദ്ധം, ഇസ്രായേൽ നടത്തുന്ന ഗാസ യുദ്ധത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2023 തുടങ്ങിയ ഗാസ യുദ്ധം ഇപ്പോഴും അത് തുടർന്നു പോവുകയാണ്. ഈ യുദ്ധത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇടപെടുകയാണെങ്കിൽ, തുർക്കി, ഇറാൻ പോലെ രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ, അമേരിക്ക നേരിട്ട് ഇടപെടുകയാണെങ്കിലും ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി വലുതാവുകയും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഒരു പക്ഷത്തും റഷ്യ, അറബ് രാഷ്ട്രങ്ങളും റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ചേരിയിലും, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ മറുചേരിയിൽ വരാനും, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ മറുചേരിയിൽ വരാനും, ആ യുദ്ധം ഒരു മഹായുദ്ധത്തിലോട്ട്, ഒരു വലിയ യുദ്ധത്തിലോട്ട് പോകാനും സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. 2022 ആരംഭിച്ച ഈ യുദ്ധം ഇപ്പോഴും തുടരുന്നു. ഇതിൻ്റെ വ്യാപ്തി കൂടിയാൽ നാറ്റോ രാജ്യങ്ങളും നേരിട്ട് ഇടപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി കൂടുകയും മഹായുദ്ധമായി മാറുകയും ചെയ്യും. ചൈന തായ്വാൻ പ്രശ്നം, തായ്വാനെ നിയന്ത്രിക്കുവാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുകയും ഇതിൽ സഖ്യരാഷ്ട്രങ്ങൾ അണിനിരക്കുകയും ചെയ്താൽ അതൊരു മഹായുദ്ധത്തിലോട്ട് പോകാം. പനാമ കനാലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നയങ്ങൾ ഒരു മഹായുദ്ധത്തിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ മഹായുദ്ധത്തിലോട്ട് പോവുകയും ഇതിൽ മറ്റ് സഖ്യരാഷ്ട്രങ്ങൾ അണിചേരുകയും ചെയ്താൽ ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിലോട്ട് കടക്കുകയും ചെയ്യും. ആണവ യുദ്ധ സാധ്യത. റഷ്യ 2024 തങ്ങളുടെ ആണവ നയം പുതുക്കുകയായി അറിയിച്ചു. ഇതോടെ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതൽ ആശങ്കയുളവാക്കുന്നു. ഉത്തര കൊറിയയും, അതായത് നോർത്ത് കൊറിയ, ആണവ പരീക്ഷണങ്ങൾ തുടരുന്നു. ഇത് ദക്ഷിണ കൊറിയയുമായുള്ള യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ സുപ്രീം ഭരണം, അതായത് ഇറാൻ അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തി ആണവായുധങ്ങൾ നിർമ്മിക്കാനും പരീക്ഷിക്കാനും അവർ ഒരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു. അടുത്ത സൈനിക സാങ്കേതിക പുരോഗതി. ഹൈപ്പർസോണിക് മിസൈലുകളും, ഇങ്ങനെ ഹൈപ്പർസോണിക് മിസൈലുകളും അതുപോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ, ഇങ്ങനെ വേഗമേറിയ മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങളെ കടന്നു കയറാനും യുദ്ധം വഷളാക്കാനും ഇത് പ്രധാന കാരണമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യുദ്ധത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അത് ഓട്ടോമേറ്റഡ് ഡ്രോൺ പോലെയുള്ള ആക്രമണങ്ങൾ ശക്തമാവുകയും ഇത് യുദ്ധത്തിൻ്റെ രീതി തന്നെ മാറ്റുകയും ചെയ്യും. മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ നടക്കുമെന്നുള്ളതാണ്. 2025-27 കാലഘട്ടത്തിൽ ഒരു ആഗോള യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ട്. അതിൽ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു ജർമ്മൻ രഹസ്യ റിപ്പോർട്ട് പ്രകാരം റഷ്യയോട് യുദ്ധം വന്നാൽ 8 ലക്ഷത്തോളം സൈനികരെ യുദ്ധത്തിന് അയക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് നാറ്റോ എന്നുള്ള ഒരു രഹസ്യ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. ജർമ്മനിയുടെ രഹസ്യ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ 8 ലക്ഷത്തോളം സൈനികരെ അവർ സന്നദ്ധരാക്കി നിർത്തിയിരിക്കുകയാണ് റഷ്യയോട് യുദ്ധം ചെയ്യാൻ. പിന്നെ ഡൂം ഡേ ക്ലോക്ക് 2025 ചരിത്രത്തിൽ ആദ്യമായി അവസാനത്തോട് വളരെ അടുത്ത സമയം സൂചിപ്പിക്കുന്ന രീതിയിൽ 12 ആക്കാൻ പറ്റുന്ന 80 സെക്കൻഡിന്
അടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് പ്രധാന കാരണം ആണവ ഭീഷണിയും തന്നെയാണ്. മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ സാധ്യത ഉള്ള പ്രധാന സ്ഥലങ്ങൾ എവിടേക്കെന്ന് നോക്കാവുന്നതാണ്. കിഴക്കൻ യൂറോപ്പ്, റഷ്യ ഉക്രൈൻ യുദ്ധം വ്യാപകമാവുകയും നാറ്റോ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്താൽ വലിയ യുദ്ധം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യ പൗരസ്ത്യ ദേശം ഇറാനും ഇസ്രയേലും തമ്മിൽ, ഇസ്രയേൽ ഫലസ്തീൻ ഇഷ്യൂ തന്നെയാണ്, തമ്മിലുള്ള യുദ്ധം അമേരിക്കയെ നേരിട്ടിടപെടാൻ പ്രേരിപ്പിച്ചാൽ ഇത് ആഗോള യുദ്ധത്തിൽ കലാശിക്കും. ഇറാനും റഷ്യ, ചൈന തുടങ്ങിയ സഖ്യരാഷ്ട്രങ്ങൾ ഒരു സൈഡിലും അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാഷ്ട്രങ്ങൾ മറു സൈഡിലും നിൽക്കുകയും ശക്തമായ യുദ്ധമായി മാറുകയും ചെയ്യും. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നവും ഒരു വലിയ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. 2020 മുതൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ യുദ്ധമുണ്ടായാൽ ആഗോളതലത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഇനി ഇതിൽ സഖ്യ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അലയൻസ് ആരൊക്കെ തമ്മിൽ വരും എന്ന് നോക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായും വെസ്റ്റേൺ അലയൻസ്, അത് നാറ്റോയും അവരോട് ചേർന്നുള്ള രാജ്യങ്ങളുമാണ് വെസ്റ്റേൺ അലയൻസിൽ വരുന്നത്. USA, UK, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവയാണ് വെസ്റ്റേൺ അലയൻസിൽ വരുന്നത്. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഇന്ത്യ ഡിപ്പെൻഡിങ് ആ ഒരു സാഹചര്യം അനുസരിച്ച് ഇന്ത്യ വരാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ, തായ്വാൻ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നിവയാണ് സപ്പോർട്ടേഴ്സ് വരുന്നത്. ഇസ്രായേൽ, തായ്വാൻ, സ്വീഡൻ, ഫിൻലാൻഡ് ഇന്ത്യ സാഹചര്യം അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇവരെ ഈ അലയൻസിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്, ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അഡ്വാൻസ്ഡ് മിലിറ്ററി ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ന്യൂക്ലിയർ പവറായ UK, USA, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ അലയൻസിലുണ്ട്. അതായത് വെസ്റ്റേൺ അലയൻസിൽ അമേരിക്ക, UK, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, തൈവാൻ, സ്വീഡൻ, ഫിൻലാൻഡ്. ഇന്ത്യ സാഹചര്യം അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഈ അലയൻസിനാണ്, വെസ്റ്റേൺ അലയൻസിനാണ് കൂടുതലുള്ളത്. അടുത്ത നോക്കേണ്ടത് ഈസ്റ്റേൺ അലയൻസ് ആരൊക്കെ തമ്മിൽ വരുമെന്ന് നോക്കുന്നത്. റഷ്യയും ചൈനയും അടങ്ങുന്ന ഒരു അച്ചുതണ്ടാണ് ഈസ്റ്റേൺ അലയൻസ് എന്ന് പറയുന്നത്. അതായത് റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ എന്നിവയാണ് ഈ ഈസ്റ്റേൺ അലയൻസിൽ വരുന്നത്. റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ. സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബെലാറൂസ്, വെനിസ്വേല, സിറിയ, ചിലപ്പോൾ പാകിസ്ഥാനും സാഹചര്യം അനുസരിച്ച്. അതായത് ഈസ്റ്റേൺ അലയൻസിൽ വരുന്നത് റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ. സാഹചര്യം അനുസരിച്ച് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടേഴ്സ് അല്ലാതെ വരുന്ന ബെലാറൂസ്, വെനിസ്വേല, സിറിയ. ഇവരുടെ ഈ സൈനിക ശക്തിയുടെ ഈ ഈസ്റ്റേൺ അലയൻസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലാർജ് ആർമീസാണ്, വലിയ ശക്തമായ ആർമിയാണ് ഇവരുടെ ഏറ്റവും വലിയ ഈസ്റ്റേൺ അലയൻസിൻ്റെ കഴിവ്. പിന്നെ എനർജി ഒരു ഡൊമിനൻസ് ഇവർക്കുണ്ട്. റഷ്യയാണ് എനർജി ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ സൈബർ രംഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമാണ് ചൈന. അതായത് അഡ്വാൻസ്ഡ് സൈബർ വാർഫെയർ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ചൈനയാണ്. പിന്നെ ഇതെല്ലാം ഉപരിയായി ഇവർ ടെക്നോളജി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മിലിറ്ററി ടെക്നോളജി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെ ഈസ്റ്റേൺ അലയൻസ് റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ. സപ്പോർട്ടേഴ്സ് ബെലാറൂസ്, വെനിസ്വേല, സിറിയ. സാഹചര്യം അനുസരിച്ച് പാകിസ്ഥാൻ. ഇവരെ സൈനിക ശക്തി, ഇവരെ ഈ ഈസ്റ്റേൺ അലയൻസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശക്തമായ ആർമിയാണ്. എനർജി കൂടുതലുണ്ട് റഷ്യയ്ക്ക്. പിന്നെ സൈബർ രംഗത്ത് അഡ്വാൻസ്ഡ് വാർഫെയർ, അതായത് സൈബർ രംഗത്ത് ശക്തമാണ് ചൈന. പിന്നെ അവർ ഈ മിലിറ്ററി ടെക്നോളജി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലൊന്നിലും ചേരാത്ത അലയൻസ് രാജ്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യ അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ വെസ്റ്റേൺ അലയൻസിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഒരു സഖ്യത്തിന് ചേരാതിരിക്കാനുള്ള രാഷ്ട്രങ്ങളിലും പ്രധാനം ഇന്ത്യ തന്നെയാണ്. ബ്രസീൽ, തുർക്കി, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഒരു അലയൻസിലും വരാതിരിക്കാനുള്ള സാധ്യതയുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെ തുർക്കിയും ചിലപ്പോൾ ഈസ്റ്റേൺ അലയൻസിന് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. എങ്കിലും
പൊതുവെ കണക്കാക്കുന്നത് ഇന്ത്യ, ബ്രസീൽ, തുർക്കി, സൗദി അറേബ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു അലയൻസിന് വരാനുള്ള സാധ്യത കൽപ്പിക്കുന്നില്ല. അവസാനമായിട്ട് മൂന്നാം ലോക മഹായുദ്ധം നേരിട്ട് നടക്കുമോ എന്ന് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഭീഷണി ഒഴിവാക്കാൻ കഴിയുന്നതല്ല. വിവിധ ലോകശക്തികൾ തമ്മിലുള്ള തീർച്ചയായ ആണവായുധ ഭീഷണി, ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, പുതിയ യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയൊക്കെ ഇന്നത്തെ വലിയ പ്രശ്നങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ ഒരു മൂന്നാം ലോക യുദ്ധത്തിലോട്ട് കാര്യങ്ങൾ പോകും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇനിയിപ്പോൾ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ന്യൂക്ലിയർ വാറുമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ തന്നെ ന്യൂക്ലിയർ യുദ്ധവുമായിരിക്കും. ഇത് ഒരു ജനസഞ്ചയത്തെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു പുതിയ ലോകക്രമം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്.